അങ്ങനെ പിണറായി വിജയനും പതുക്കെ ഇ ഡിയുടെ കരവലയത്തിലേക്ക് ചെന്ന് കയറുകയാണ്. പണ്ട് റഡാറിലുണ്ട്, പക്ഷെ എന്നാലും അവിടെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു, അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ അനിൽ എന്ന് പറയും പോലെയാണ്. രണ്ടാം സർക്കാരിൻ്റെ കാലത്തെ കൊള്ളയല്ല, ഒന്നാം സർക്കാരിൻ്റെ കാലത്തെ കൈക്കൂലിയുടെ പേരിലാണ് ഇപ്പോൾ ഇ ഡി പൊക്കാൻ പോകുന്നത്. നമ്മളെ കരുതിയിരുന്നത് ഒന്നാം മന്ത്രിസഭ കുഴപ്പമില്ലായിരുന്നു, കാര്യയോഗ്യന്മാർ കുറച്ച് അതിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ സുധാകരനും തോമസൈസൊക്കെ കുറച്ച് പേരൊക്കെ പൈസ വാങ്ങിക്കാത്തവർ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇതിപ്പം അന്വേഷിച്ച് വരുമ്പോൾ ഒന്നാമത്തത് ഒട്ടും മോശമല്ല. അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാം മന്ത്രിസഭ തുടർച്ചയാണ് രണ്ടാം മന്ത്രിസഭ നമ്മൾ പറയേണ്ടത്. അതെ, അത് അഴിമതി മൊത്തം ഒരിടത്തേ ഉള്ളായിരുന്നു, രണ്ടിടത്ത്. ഒന്ന് ആരോഗ്യ വകുപ്പിലും ഒന്ന് തായ്ക്കണ്ടി കുടുംബം, ഇദ്ദേഹത്തിൻ്റെ തൈക്കണ്ടി കുടുംബത്തിൻ്റെയും. രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് ഇതൊക്കെ തന്നെ ആവർത്തിച്ചു. ആരോഗ്യ വകുപ്പിൽ നല്ല അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇനി പുറത്ത് വരാനിരിക്കുന്നത്. ദൈവമാണെന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്നു, പക്ഷേ പിന്നീട് മനസ്സിലാക്കി കച്ചവടം നടത്തുകയാണെന്ന്. അതെ 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 ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ കരിമണൽ കർത്തയിൽ നിന്ന് ഈ മാസപ്പടി പറ്റിയത്. അപ്പോൾ അത് വെറും ഒരു ഇ ഡി കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇതിനെ ലൈവാക്കി നിർത്തി ഒരു വിലപേശലായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കൊന്ന് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവർക്ക് കാര്യം മനസ്സിലായി, ഞങ്ങൾ ഇനി CPM നമ്പി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. CPM ജയിച്ചിട്ട് കോൺഗ്രസ് ഇവിടെ അടിയുന്ന അവർ ഒന്ന് കഴിഞ്ഞാലേ മറ്റൊന്നിനും രണ്ട് ഹിന്ദു പാർട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നശിക്കണം. ആരാണ്? CPM നശിച്ചെങ്കിലേ BJPക്ക് വളരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എന്നാൽ പിന്നെ ഇനിയും നമ്മൾ ഈ കള്ളത്തരമൊന്നും ഇത് അദ്ദേഹത്തിൻ്റെ ഈ അഴിമതികൾ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, പിടിച്ചകത്തിടുക തന്നെ എന്നുള്ളൊരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഇ ഡി എന്തിനാണ് വീണയെ റെയ്ഡ് ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇതെങ്ങനെ കള്ളപ്പണമാകും എന്നുള്ളതാണ് നമ്മുടെ സംശയം. കാരണം ഇത് ബാങ്ക് അക്കൗണ്ട് ത്രൂ കൊടുത്ത സാധനം, അതിനകത്ത് ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുള്ളൂ. അപ്പോൾ ആ റെയ്ഡ് അനാവശ്യമായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിനകത്ത് യഥാർത്ഥ വസ്തുത എന്താണ്? ഈ പണം വീണയ്ക്ക് പോയിരിക്കുന്നത് ഇവരുടെ മാസപ്പടി ലിസ്റ്റിലാണ്. ആ മാസപ്പടി എന്തിന് വീണയ്ക്ക് കൊടുക്കണം? എന്തിന് വീണയ്ക്ക് കൊടുക്കണം എന്ന് ചോദിച്ചാൽ, വീണ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളാണ്. ചോദ്യം ഇ ഡി കഴിഞ്ഞ 2 പ്രാവശ്യം ചോദ്യം ചെയ്തപ്പോൾ വീണയ്ക്ക് ഒന്നിനും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഉത്തരം പറയാൻ പറ്റുന്ന ആൾ പിണറായി വിജയനാണ്. അച്ഛൻ്റെ ചോദിക്കാൻ പറഞ്ഞാൽ. അപ്പോൾ ഈ പണം വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് വീണയ്ക്കുള്ള പണമല്ല, അത് പിണറായി വിജയനുള്ള പണമാണ്. അത് വീണയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. ഒരു മകനെ വിദേശത്തേക്ക് വിട്ടിരിക്കുന്നു. ഇവിടെ നിന്നുള്ള പണം വേണേൽ അങ്ങോട്ട് കടത്താം, ബാങ്കിൽ അങ്ങോട്ട്, അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് കടത്താം. അപ്പോൾ ഈ അബുദാബി ബാങ്കിലും വീണയുടെ അക്കൗണ്ട് മൊത്തം ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ, അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, അതിനുശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലും ഡിലീറ്റ് ചെയ്തതായിട്ട് ഇ ഡി കണ്ടെത്തിയിട്ടാണ് നമുക്ക് ഇടയ്ക്കൊക്കെ വാർത്തകൾ വന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് പിണറായി വിജയൻ ഇതിനകത്തെ റോൾ എന്നറിയാൻ വേണ്ടി ഇ ഡി നോട്ടീസ് അയക്കും. അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഇതിനു മുമ്പ് ഇയാളുടെ മകന് നോട്ടീസ് അയച്ചിരുന്നു, വിവേക് കിരണിന്. അത് കഴിഞ്ഞ ഇടയ്ക്കാണ് വാർത്ത വന്നത്. പിന്നീട് അത് ഏതാണ്ട് നിഷേധിക്കപ്പെട്ട പോലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായിരിക്കും ഒന്ന് ആ സമയത്ത് ഇത് സെറ്റിൽ ചെയ്തു. ഈ നോട്ടീസ് വന്ന സമയത്ത് തന്നെ അത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അത് സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് അറിയില്ല, അത് അന്ന് ഇതൊക്കെ ഇപ്പം എന്തിനു കുത്തിപ്പൊക്കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇ ഡിയുടെയൊക്കെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പൊക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അന്തർധാര വന്നിട്ടാണ് ഇതെല്ലാം ചവിട്ടിക്കൂട്ടിയെന്നാണ് നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെ വേണം അനുമാനിക്കാൻ, അങ്ങനെ അനുമാനിക്കുകയല്ല, അതായിരിക്കും ഏറെക്കുറെ യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ ഈ 50 ലക്ഷം വീണയുടെ അക്കൗണ്ടിലേക്ക് ആദ്യം കൊടുക്കുന്നു ഇയാളുടെ ഫിനാൻസ് കമ്പനി കർത്തയുടെ. അതിനുശേഷമാണ് നമ്മുടെ കമ്പനി രൂപീകരിക്കുന്നു, എക്സാലോജിക് കമ്പനി രൂപീകരിക്കുന്നതും പിണറായി വിജയൻ അധികാരത്തിലേറിയതിന് പിന്നാലെ ഈ എക്സാലോജിക്കിലേക്ക് പണം ഒഴുകാൻ. അല്ല, മാത്രമല്ല പിന്നീട് ആരിൽ നിന്നാണോ കടം വാങ്ങിച്ചത് അയാൾ തന്നെ വീണ്ടും പൈസ വാങ്ങി അയാൾക്ക് തിരിച്ചു കൊടുക്കും. അത് കേട്ട് 50 ലക്ഷം മേടിച്ചപ്പോൾ ഇപ്പോൾ ഇ ഡിയുടെ സംശയം, നിങ്ങൾ 50 ലക്ഷം കടം വാങ്ങി 49 ലക്ഷമായി തിരിച്ചടച്ചിട്ട്. അപ്പോൾ ഇതിന് പലിശയൊന്നുമില്ലേ? പലിശ രഹിത കടമാണ്. എന്താണ് അപ്പോൾ? മാത്രമല്ല ഇതൊരു ഫിനാൻസ് സ്ഥാപനമാണെന്ന് തോന്നുന്നു, അങ്ങനെ പലിശ. അതെ, അത് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്താണെന്നല്ല എല്ലാവരും സ്വാഭാവികം 1 ലക്ഷം രൂപ കുറയ്ക്കാൻ കൂടെ ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിരിച്ചടച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റത്തവണ തീർപ്പാക്കലിൻ്റെ ഭാഗമായിട്ട് ഒരു റിഡക്ഷൻ കൊടുക്കും. പണമുടാൻ നടത്തുന്നതാണ്. നമ്മളെ പോലെ അല്ല, ലോൺ അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിലൊന്നും ആയിരുന്നിരിക്കില്ല. ഇല്ല, എന്തായാലും 8 ലക്ഷം മാസം കിട്ടുമ്പം ഇത് അടച്ചു തീർക്കാൻ എന്നാ സമയം വേണം? മാത്രമല്ല മാനേജ്മെന്റ് രംഗത്ത് വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കമ്പനിക്ക് സേവനത്തിനായി ഒരു സ്ഥാപനം പൈസ കൊടുക്കുമ്പോൾ അത് ഒന്ന് കമ്പനിക്കും ഒന്ന് സ്ഥാപനത്തിൻ്റെ MDക്കും 2 ബില്ലായിട്ടാണ് കൊടുത്തിട്ടുണ്ട്, രണ്ട് സംഭാവനയാണ്. അതെ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ മാത്രമല്ല ഈ കമ്പനി എന്ന് പറയുന്നത് ഈ 50 ലക്ഷം എന്തിനുള്ളതാണ്? അതാ
ഈ 50 ലക്ഷം ആദ്യം കൊടുത്തത് ഒരു കടം മേടിച്ച, ശരി, വീണ വിജയൻ ഒരു വീട് വയ്ക്കാൻ വേണ്ടി കടം മേടിച്ച എന്ന് വേണേൽ പറയാം. പക്ഷേ ഇത് എന്തിനാണ് കൊടുത്തത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായ ഉത്തരം ഈ SFIയുടെ അന്വേഷണത്തിലും ഈ പറയുന്ന ആദായ നികുതി വകുപ്പ് എൻട്രൻസ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരിശോധനയിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെ എല്ലാം കൂടെ കോറിലേറ്റ് ചെയ്തു വരുമ്പോൾ ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് ഒരാളുടെ മുമ്പിലാണ്, അത് പിണറായി വിജയൻ്റെ മുമ്പിൽ. അല്ല, പിന്നെ വീണയ്ക്ക് എന്ത് അഡ്രസ്സ് ഉള്ളത്? ഈ പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് സ്ഥാപനം, ഒരു കടലാസ് കമ്പനി അല്ലാതെ വേറെ ഒന്നുമില്ല. വീണയ്ക്ക് വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രസക്തിയില്ലല്ലോ അതിന് പോലും. അപ്പോൾ ആർക്ക് വേണ്ടിയാണ്? നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്ന് സത്യം പറഞ്ഞ ഇതാരാണ്? ഫേവർ എന്നുള്ള സാധനം. ഇത് കൊടുത്ത ഫേവർ തന്നെയാണ്, കരിമണൽ കർത്ത കൊടുത്ത ഫേവർ തന്നെയാണ്. ഈ കർത്ത വന്നില്ല, കർത്തയുടെ കുടുംബാംഗങ്ങൾ ഇടിക്ക് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെ മൊഴിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇനി പിണറായി കൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നുമില്ല, ഉള്ള കാര്യം മുഴുവൻ അയാൾ തുറന്ന് പറഞ്ഞു ദൈവത്തിന് അറിയാം. 40,000 കോടിയുടെ ബിസിനസ് കർത്ത നടത്തിയെന്നാണ് പറയുന്നത് ഈ 10 വർഷത്തിനുണ്ടാക്കി. അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എത്ര ശതമാനമായിരിക്കും ഇവർ പടിയായിട്ട് കൈപ്പറ്റിയിരിക്കുന്നത്? അത് മൊറ്റയ്ക്ക് വിഴുങ്ങുമായിരുന്നു എന്നാണ് കേട്ടത്, അല്ലേ? ആർക്കും കൊടുത്തിട്ടില്ലെന്നും, വേറെ മന്ത്രിസഭയിലുള്ളവർക്കൊന്നും പടി കൊടുത്തതായിട്ട് അറിയില്ല. എന്തായാലും ഇത് മകളും മുഖേന എന്തായാലും ഇതിനകത്ത് സംതിങ് ചീഞ്ഞു നാറുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് തന്നെ അത് നാട്ടുകാർക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ കാലോടൊക്കെ അടിച്ച് എടുത്ത് വെളി കളഞ്ഞെല്ലാവരും കൂടെ. എന്തായാലും പിണറായി വിജയനിലേക്ക് ED അന്വേഷണം എത്തുന്നു. പിണറായി വിജയൻ അവിടെ നോട്ടീസ് ഉടനെ കൊടുക്കും. പിണറായി വിജയന് മകളെയൊക്കെ പ്രതി ചേർത്താൽ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനവും രാജിവെക്കേണ്ട അവസ്ഥ വരും. ഈ മുമ്പ് കാണിച്ച ആ മുഷ്ടി ചുട്ടിയുള്ള നമ്മൾ ഒന്നിച്ചിറങ്ങുന്ന ആ ആരംഭ ശൂരത്വമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കംപ്ലീറ്റ് ഖുദാ ഹവ എന്ന് മാത്രമേ പറയാനൂ.